ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ദേശീയപാത സംരക്ഷണ സമിതി നേതൃത്വത്തിൽ അടിമാലിയിൽ ബഹുജന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. MP ഡീൻ കുര്യാക്കോസ് സമരം ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സൂചകമായി സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ദേശീയപാത ഉപരോധിച്ചു. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. വിഷയത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്തി റോഡ് നിർമ്മാണം പുനരാരംഭിക്കുന്നത് ഇനിയും വൈകുന്ന സാഹചര്യത്തിലാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ബഹുജന പ്രക്ഷോഭത്തിന് കളമൊരുങ്ങിയത്. വിഷയത്തിൽ സമാന മനസ്സുള്ളവരെ പങ്കെടുപ്പിച്ച് അടിമാലിയിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന സത്യാഗ്രഹ സമരം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ മേഖല മുഴുവൻ വനമാണ് എന്ന് പറഞ്ഞ് ഈ സർക്കാരിന് 10 പൈസയുടെ മുടക്കില്ലാത്ത ഒരു വികസന പദ്ധതി അട്ടിമറിക്കാൻ നിങ്ങൾ എന്തിന് പരിശ്രമിച്ചു, നിങ്ങൾ എന്തിന് സമയം ചെലവഴിച്ചു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ഇനിയും മാന്യമായ ഭാഷയിൽ മറുപടി പറഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് സമയം പാഴാക്കി? എന്തിനു വേണ്ടിയിട്ടാണ് ഈ വികസന പദ്ധതി തടസ്സപ്പെടുത്തി? എന്തിനു വേണ്ടിയിട്ടാണ് ചീഫ് സെക്രട്ടറിയെ കൊണ്ട് ഈ പദ്ധതി മുടക്കാൻ വേണ്ടി നിങ്ങൾ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്? അതൊരു വലിയ ചോദ്യമാണ്. പ്രതിഷേധ സൂചകമായി സമരത്തിൽ പങ്കെടുക്കാനെത്തിയവരുടെ നേതൃത്വത്തിൽ അടിമാലി ടൗണിൽ ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാർ ദേശീയപാത ഉപരോധിച്ചതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിഷയത്തിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. പ്രശ്നപരിഹാരത്തിന് സർക്കാരിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് സമരത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ദേശീയപാത സംരക്ഷണ സമിതി നേതാക്കൾ, കോൺഗ്രസ് UDF നേതാക്കൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.